നമസ്കാരം. ഏവർക്കും ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ ഹിന്ദി ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ അകാൽ और उसके बाद എന്ന കവിതയാണ്. अकाल और उसके बाद नागार्जुन की एक छोटी कविता है. इसमें अकाल का करुण चित्र और अकाल के बाद का सुगध चित्र प्रस्तुत करता है. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. अकाल और उसके बाद कविता नागार्जुन, पेज नंबर 52. ओके. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक कानी कुतिया सोई उनके पास. ഒരിക്കൽ കൂടി നോക്കുക. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. कई दिनों तक चूहों की भी हालत रही शिकस्त. ഇനി നമുക്ക് ഈ സ്റ്റാൻസയിൽ വരുന്ന പ്രധാനപ്പെട്ട ശബ്ദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. അകാൽ ക്ഷാമകാലം, ചുൽഹ ഫയർ പ്ലേസ് അടുപ്പ്, ചക്കി ഗ്രൈൻഡിങ് സ്റ്റോൺ തിരികല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല്, ഉദാസ് ഗ്ലൂമി ദുഃഖിതനായ, കാനി വൺ ഐഡ് ഒറ്റക്കണ്ണിയായ അല്ലെങ്കിൽ ഒറ്റക്കണ്ണുള്ള, കുത്തിയ പെൺപട്ടി, ഭീത്ത് വാൾ ദീവാർ ചുമർ, छिपकली പല്ലി ലിസാർഡ്, ഗസ്റ്റ് പെട്രോളിംഗ് റോന്ത് ചുറ്റൽ, ഹാലത്ത് കണ്ടീഷൻ അവസ്ഥ, ഷികസ്ത് ഡിഫീറ്റ് തകർച്ച. ഓക്കെ. ഇനി ഈ ആദ്യത്തെ 4 വരിയുടെ ഭാവാർത്ഥം നോക്കാം നമുക്ക്. यहाँ कवि अकाल की दयनीय स्थिति का वर्णन करते हैं. वे कहते हैं कि कई दिनों से वहाँ अकाल पड़ा था. अकाल के दिनों में घर में अनाज का एक दाना भी नहीं था. घर में भोजन नहीं बनाया था. कई दिनों से घर का चूल्हा नहीं जलाया था, इसलिए चूल्हा रोता रहा था. चक्की भी उदास पड़ी थी क्योंकि पीसने के लिए घर में दाने नहीं थे. चूल्हा और चक्की के पास घर की कानी कुतिया कई दिनों से सोती रही थी. घर की दीवारों पर छिपकलियाँ घूम रही थी. चूहों को खाने के लिए कुछ नहीं मिला था, इसलिए उनकी हालत भी दयनीय थी. ആദ്യത്തെ 4 വരികളിൽ കവി ക്ഷാമകാലത്തെ ദയനീയമായ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ആ പ്രദേശത്ത് ക്ഷാമകാലമാണ്. ദിവസങ്ങളായി വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലുമില്ലായിരുന്നു. വീട്ടിലാകട്ടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ദിവസങ്ങളായി അടുപ്പ് കരഞ്ഞുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ആ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നേയില്ല. അരയ്ക്കാനാണെങ്കിലോ വീട്ടിലൊന്നുമില്ല. അതുകൊണ്ട് ആട്ടുകല്ലും ദുഃഖിതയാണ്. അടുപ്പിനും ആട്ടുകല്ലിനും അടുത്തായി ആ വീട്ടിലെ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി ദിവസങ്ങളായി കിടക്കുന്നുണ്ട്. വീടിൻ്റെ ഭിത്തിയിലൂടെ ചുമരിലൂടെ പല്ലികൾ
റോന്തു ചുറ്റുകയാണ്. ദിവസങ്ങളായി എലികൾക്കും ആഹാരമൊന്നും കിട്ടാത്തതിനാൽ അവയുടെ സ്ഥിതിയും പരിതാപകരമാണ്. ഇതാണ് ആ ആദ്യത്തെ 4 വരികളുടെ ആശയം. മനസ്സിലായല്ലോ? ഇനി അടുത്ത 4 വരിയിലേക്ക് പോകാം നമുക്ക്. दाने आए घर के अंदर कई दिनों के बाद, दाने आए घर के अंदर कई दिनों के बाद, धुआं मुड़ा आंगन से ऊपर, धुआं मुड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौए ने खुजलाई पंगे, कौए ने खुजलाई पंगे कई दिनों के बाद. ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥവും നോക്കുക. ദാന, ഗ്രെയിൻസ്, ധാന്യം. ധുവ, സ്മോക്ക്, പുക. ആംഗൻ, കോട്ടയാട്, മുറ്റം. ചമക്ന, ടു ഷൈൻ, തിളങ്ങുക. ഖുജലാന, ടു ഇച്ച്, ചൊറിയുക. പംഖേം, വിങ്സ്, ചിറകുകൾ. രണ്ടാമത്തെ സ്റ്റാൻസയുടെ ഭാവാർത്ഥം നോക്കുക. यहाँ कवि अकाल के बाद का वर्णन करते हैं. कवि कहते हैं अकाल का समय बीत गया, संतोष के दिन आए. कई दिनों के बाद घर में चावल, गेहूँ, सब धान्य आए. घरवाली चूल्हा जलाकर रोटी बनाने लगी. कई दिनों के बाद घर के ऊपर धुआं मुड़ा, घर में भोजन आया. घर वालों की आंखें कई दिनों के बाद चमक उड़ी. खुशी में कौए ने भी अपनी पंगें खुजलाई. अकाल के समय की दुखपूर्ण हालत बदल गई. कई दिनों के बाद सब आनंद और उल्लास में डूब गए. ഈ വരികളിൽ കവി ക്ഷാമകാലത്തിനു ശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കവി പറയുന്നു, ക്ഷാമകാലം കഴിഞ്ഞു, സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരികയാണ്. ഏറെ നാളുകൾക്ക് ശേഷം ആ വീട്ടിലേക്ക് എല്ലാ ധാന്യങ്ങളും വന്നു. വീട്ടുകാരി അടുപ്പിൽ തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം വീടിന് മുകളിൽ പുകപടലങ്ങൾ ഉയർന്നു. വീട്ടുകാരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം കാണാൻ കഴിയുന്നു. കാക്കകൾ സന്തോഷത്താൽ ചിറകുകൾ ചൊറിഞ്ഞു. എന്താണ് സന്തോഷിക്കാൻ കാരണം കാക്കകൾ? ഏറെ നാളുകൾക്ക് ശേഷം അവക്ക് വയറ് നിറയെ ഭക്ഷണം കിട്ടി. അതുകൊണ്ട് ആ സന്തോഷത്തിൽ കാക്കകൾ പോലും ചിറകുകൾ ചൊറിഞ്ഞു. ക്ഷാമകാലത്തിലെ ദുരിതപൂർണമായ അവസ്ഥ മാറി. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ആനന്ദത്താൽ മതിമറന്നു. മനസ്സിലായോ? കേവലം 8 വരികൾ മാത്രമുള്ള ഈ കവിതയിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിൻ്റെ ചിത്രവും തുടർന്നുള്ള 4 വരികളിൽ ക്ഷാമകാലത്തിനു ശേഷവുമുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ആദ്യത്തെ 4 വരികളിൽ ലളിതമായ ഏതാനും വാക്കുകളാൽ ക്ഷാമകാലത്തെ അവസ്ഥ കവി വർണ്ണിക്കുന്നു. ഈ 4 വരികളിൽ ഒരിടത്തും കഥാപാത്രങ്ങളായി മനുഷ്യർ പ്രത്യക്ഷപ്പെടുന്നില്ല. പിന്നെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? അടുപ്പ്, ആട്ടുകല്ല്, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, എലികൾ, പല്ലികൾ തുടങ്ങിയ പ്രതീകങ്ങളാണ് കഥാപാത്രങ്ങൾ. ശ്രദ്ധിക്കുക, ഈ 4 വരികളിൽ ഒരിടത്തും മനുഷ്യർ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നില്ല. ക്ലിയർ അല്ലേ? ഭക്ഷ്യവസ്തുക്കളുടെ അഭാവം മൂലം ആ വീട്ടിൽ ദിവസങ്ങളായി അടുപ്പിൽ തീ പുകയുന്നില്ല. ആ വീട്ടിലെ ആട്ടുകല്ല് അല്ലെങ്കിൽ തിരികല്ല് ഉപയോഗിക്കാതായിട്ട് ഏറെ നാളുകളായി.
ഈ ആട്ടുകല്ലിനും അടുപ്പിനുമിടയിൽ പ്രതീക്ഷയോടെ ഭക്ഷണവും കാത്തുകിടന്ന ഒറ്റക്കണ്ണുള്ള പെൺപട്ടി അവസാനം വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. വിശപ്പ് സഹിക്കാനാവാതെ പല്ലികൾ അങ്ങുമിങ്ങും ഓടി നടക്കുന്നു. എലികളുടെ അവസ്ഥയോ, അവയ്ക്കും ഭക്ഷണം കിട്ടാതെ അവയുടെയും അവസ്ഥ ദയനീയമാണ്. മനസ്സിലായല്ലോ? തുടർന്നുള്ള വരികളിൽ ഓരോന്നും കൈ ദിനോം കെ ബാദ് അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം എന്നാണ് അവസാനിക്കുന്നത്. ഏറെ നാളുകൾ നീണ്ട പട്ടിണിക്ക് ശേഷം വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു. അടുപ്പിൽ തീ കത്തിക്കുന്നു. പുകക്കുഴലിലൂടെ പുക വെളിയിലേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് വീട്ടുകാരുടെ കണ്ണും മനസ്സും നിറയുന്നു. ചിറകുകൾ ചൊറിഞ്ഞുകൊണ്ട് കാക്കകളും കടന്നു വരുന്നുണ്ട്. ആദ്യത്തെ 4 വരികളിൽ അടുപ്പിൻ്റെ രോദനം, ആട്ടുകല്ലിൻ്റെ ഉദാസീനത, പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാനം ഉറങ്ങിപ്പോയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, വിശപ്പ് മൂലം നെട്ടോട്ടമാടുന്ന പല്ലികൾ, എലികളുടെ ദയനീയാവസ്ഥ എന്നിവയിലൂടെ സാധാരണ കർഷകൻ്റെ ഇല്ലായ്മകൾ, വിശപ്പ്, ദാരിദ്ര്യം, നിസ്സഹായാവസ്ഥ എന്നിവയാണ് വ്യംഗ്യരൂപത്തിൽ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. കൈ ദിനോം തക് എന്നുള്ള പ്രയോഗത്തിൻ്റെ ആവർത്തനം, ഏറെ നാളുകളായി ആ വീട്ടിൽ അടുപ്പ് എരിയുന്നില്ല, ആട്ടുകല്ല് ഉപയോഗിക്കുന്നില്ല എന്ന് കൈ ദിനോം തക്, ഏറെ നാളുകളായെന്ന പ്രയോഗത്തിൻ്റെ ആവർത്തനം ദാരിദ്ര്യം അല്ലെങ്കിൽ ക്ഷാമം, പവർട്ടി, ഏറെ നാളുകൾ നീണ്ടുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ കവിതയിൽ ക്ഷാമകാലവുമായി ബന്ധപ്പെട്ട പട്ടിണി, വിശപ്പ്, യാതനകൾ എന്നിവയോടൊപ്പം തന്നെ ക്ഷാമകാലത്തിനു ശേഷം, ദാരിദ്ര്യത്തിനു ശേഷം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും തുടർന്ന് വീടുകളിലെ സന്തോഷവും അവരുടെ ആനന്ദവുമെല്ലാം ചുരുങ്ങിയ വാക്കുകളിലൂടെ കവി മർമ്മസ്പർശിയായി, ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. മനസ്സിലായല്ലോ? ചിപ്കലിയാം ഭല ക്യോം ഭീത്തർ പരേഷാൻ ഹാൽ ഗഷ്ത് ലഗാ രഹി ഹേ. പല്ലികളെന്താണ് പരവശരായി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമരിലൂടെ ഓടി നടക്കുന്നത്? ക്യോംകി വേ തോ ദാൽ റോട്ടി ഖാത്തി നഹീം ഹൈ, കീടേ ഖാത്തെ ഹൈ. കാരണം അവ ചോറും കറിയും അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷ്യ സാധനങ്ങളല്ലല്ലോ കഴിക്കുക, അവ പ്രാണികളെയാണ് കഴിക്കുക. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു വീട്ടിൽ സ്വാഭാവികമായിട്ടും വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടാവില്ലല്ലോ. അപ്പോൾ എണ്ണയില്ലാതെ വിളക്കെരിയില്ലാത്തത് കൊണ്ട് വിളക്കുണ്ടാകുമ്പോൾ മാത്രമേ പ്രാണികൾ വരൂ. അപ്പോൾ ആ വീട്ടിൽ വിളക്ക് കത്തിക്കാത്തത് കൊണ്ട് പ്രാണികൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പല്ലികളുടെ സ്വാഭാവികമായ ആഹാരമായ കീടങ്ങളെ അവയ്ക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പല്ലികൾ ചുമരിലൂടെ ഉലാത്തുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. കൈ ദിനോം തക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്. कई दिनों तक कानी कुतिया सोई उनके पास, चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? उत्तर नोका. अकाल के दिनों में घर में अनाज का एक दाना भी न था. इस भयानकता के कारण चूल्हा मानो रोता रहा. घर में चूल्हा जलाने की आवश्यकता न थी. उसी प्रकार चक्की में पीसने के लिए भी घर में कुछ नहीं, इसलिए चक्की भी उदास रही. രണ്ടാമത്തെ ചോദ്യം നോക്കുക.
कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त। ये पंक्तियाँ किस हालत की ओर इशारा करती है? उत्तर नोക്കുക. ये पंक्तियाँ अकाल की भीषणता और घोर निराशा की ओर इशारा करती है। भूख मिटाने के लिए कुछ मिलने की तलाश में छिपकलियाँ इधर उधर घूम रही थी। चूहों की हालत भी अत्यंत दयनीय थी। രണ്ടാം ചോദ്യം നോക്കുക. कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त। ये पंक्तियाँ किस हालत की ओर इशारा करती है? उत्तर नोക്കുക. ये पंक्तियाँ अकाल की भीषणता और घोर निराशा की ओर इशारा करती है। भूख मिटाने के लिए कुछ मिलने की तलाश में छिपकलियाँ इधर उधर घूम रही थी। चूहों की हालत भी अत्यंत दयनीय थी. इन्हें മൂന്നാമത്തെ ചോദ്യം നോക്കുക. दाने आए घर के अंदर कई दिनों के बाद, धुआं मुड़ा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? उत्तर नोക്കുക. अकाल के समय जो भीषण हालत थी, अकाल के बाद सब बदल गई. रोते और उदास पड़े चूल्हा, चक्की आदि वस्तुओं में भी नया जीवन आ गया. लोग घर में अपने चूल्हे जलाकर भोजन पकाने लगे. तब कई दिनों के बाद घर के ऊपर धुआं मुड़ा. क्लियर ആണല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കുക. कवि ने अकाल का चित्रण किस प्रकार किया है? ചർച്ച करें. കവി ക്ഷാമകാലത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യുക. നോക്കുക. चूल्हे का रोना, चक्की की उदास रहना, भीत पर चिपकलियाँ की गश्त, शिकस्त हालत वाले चूहे. അടുപ്പിൻ്റെ കരച്ചിൽ, ആട്ടുകല്ലിൻ്റെ ഉദാസീന ഭാവം, ചുമരിലൂടെയുള്ള പല്ലികളുടെ ഉലാത്തൽ, ദയനീയാവസ്ഥയിലുള്ള എലികൾ. ഇനി അടുത്ത ചോദ്യം. कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है? കവി ക്ഷാമകാലത്തിനു ശേഷമുള്ള അവസ്ഥയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം നോക്കുക. घर के अंदर धाने का आना, आंगन के ऊपर धुएं का उड़ना, घर भर की आंखों का चमक उड़ना, कौओं के पंखों का खुजलाना. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നാഗാർജുൻ എന്ന കവിയുടെ അകാൽ और उसके बाद എന്ന കവിത ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ധന്യവാദ്.